കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പെണ്ണ് കേസിൽ അകപ്പെട്ട് അകത്തുപോയി. അതും വെറുതെ ഒരു പെണ്ണ് കേസൊന്നുമില്ല, ഒരു പെണ്ണിനെ കയറി പിടിച്ചു, അതല്ല, ആ ഒരു കേസേ അല്ല ഇത്. പെൺകുട്ടികളെ ഈ പറയുന്ന പോലെ നുഴഞ്ഞുകയറ്റം നടത്തി, ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്, നുഴഞ്ഞുകയറ്റം നടത്തി അവരെ വശീകരിച്ച് അവരുടെ ഭർത്താവുമായി ചെറിയ പിണക്കമാണെങ്കിൽ ആ പിണക്കത്തെ ഊതിപ്പെരുക്കി വലുതാക്കി അതിനകത്ത് ഒരു സ്പേസ് കണ്ടെത്തി ഈ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുന്നു. ആ അടുപ്പം പ്രണയമാക്കി അല്ലെങ്കിൽ പ്രണയമായി അഭിനയിക്കുന്നു. പ്രണയം അഭിനയിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ്, എനിക്ക് നിന്നിൽ എൻ്റെ ഒരു കുഞ്ഞിനെ വേണം. അത്ര മനോഹരമായ സങ്കല്പം. സൈക്കോപാത്ത്, റിയൽ ക്രിമിനൽ സൈക്കോപാത്ത്. എന്നിട്ട് അവിടെ വന്നു നിന്നുകൊണ്ട് പറയുന്നു, ഏറ്റവും ഒടുവിൽ ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ആ യുവതിയെ നിഷ്കരുണം തള്ളിക്കളയുക മാത്രമല്ല, ആ പെൺകുട്ടിയെ ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയെന്ന് പറയുന്നു. ഇതും പോരാഞ്ഞിട്ട് നിരന്തര ഭീഷണി, നീനക്കെന്നെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഇതൊന്നും കണ്ട് ഒരുത്തനെയും ഈ ലോകത്തൊരുത്തനെയും ഭയപ്പെടുന്നവനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. ഇത്രയും പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുകയും പോക്സോ കേസ് അടക്കമുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കി ഇങ്ങനെ വിജയശ്രീലാളിതിനായി മുഖത്ത് ഒരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞില്ല പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടുമെന്ന്. അങ്ങനെ പണി കിട്ടിയതാണിത്. കാനഡയിലുള്ള പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ വിലയുള്ള ചെരുപ്പേ ഇടൂ. അവിടെ ഫ്ലാറ്റ് പാലക്കാട് MLA ആയി ഫ്ലാറ്റ് വാങ്ങുന്നതിന് 1,42,00,000 രൂപ ആ യുവതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5,000 രൂപ സംഭാവനയായി പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഫെനി നൈനാൻ എന്ന് പറയുന്ന ചെറുക്കനെ കൊണ്ട് അവൻ ഇവിടെ പട്ടിണി കിടക്കുകയാണെന്നും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിലാണെന്നും വെള്ളം കുടിക്കാൻ പോലും കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് 10,000 രൂപ അതിനും വാങ്ങുന്നു. അവൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്നതിനും അതിനും ഇതിനുമെല്ലാമായി ഈ പെൺകുട്ടിയെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നു. ആ പെണ്ണ് വിചാരിച്ച് എന്താ, ഈ ചെറുക്കൻ കിട്ടുമല്ലോ എന്ന് കരുതി. കാരണം 10-34 വയസ്സായ വിത്തുകാളയാണല്ലോ, ചിലപ്പോൾ കല്യാണം കഴിച്ചാലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ആ പെണ്ണ് വിശ്വസിച്ചു. അതിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തത്. തെറ്റിപ്പോയ ഒരു മെസ്സേജിന് പകരം കൊടുക്കേണ്ടി വന്നത് ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതമാണ്.